നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് പുതിയ ബെലേനോ ആയിട്ടാണ്. എന്നറിയാം, അപ്പോൾ ബെലേനോയുടെ കാര്യത്തിൽ നോക്കണമെങ്കിൽ അറിയാൻ പറ്റും, 2015 ആദ്യമായിട്ട് ബെലേനോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ആയത്. അപ്പോൾ അതിനുശേഷം വലിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് 2022 പുതിയ ബെലേനോ ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം 11 ലക്ഷത്തിലധികം യൂണിറ്റ് ഈ ഒരു വർഷങ്ങളായിട്ട് ബെലേനോ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണക്കാരായാലും ഒരു വണ്ടി വാങ്ങാൻ പോകും ഫസ്റ്റ് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിയ ഈ ബെലേനോ എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 360 ക്യാമറയാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ വേറൊറ്റ വണ്ടികൾക്കും 360 ക്യാമറാസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഒരു നെക്സാ ഗ്രില്ല്, പുതിയൊരു ഗ്രില്ലാണ്. ഹെഡ് ലാമ്പ് നമുക്ക് DRLൊക്കെ സാധാരണ ഒരൊറ്റ ലൈനായിരുന്നു, ഇത് 3 സ്ലോട്ടായിട്ടാണ് DRL സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ LED ടൈപ്പ് ഫോഗ് ലാമ്പ്, പിന്നെ നമ്മുടെ അലോയ്സ്, അത് ഡ്യുവൽ ടോൺ അലോയ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ 16 ഇഞ്ചിൻ്റെ. അങ്ങനെ ഒരുപാട് ചേഞ്ചുകളൊക്കെ ആയിട്ടാണ് വണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അതുകൂടി അമർത്താം. അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ ജോർജ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെലേനോ എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിട്ട് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 360 ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ ഒരു ഡിസൈൻ നോക്കണമെങ്കിൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഗ്രില്ല്, നെക്സാ ഗ്രില്ല് എന്നാണ് ഈ ഗ്രില്ലിനെ അവർ പറയുന്ന പേര്. അതുപോലെ തന്നെ സെൻറ്ററിൽ വലിയ സുസുക്കിയുടെ ലോഗോയും അതിൻ്റെ തൊട്ടടിയിലും കാണാൻ പറ്റും. ക്യാമറ വന്നിട്ടുണ്ട്, നമ്മുടെ 360 ക്യാമറയുടെ ഒരു ക്യാമറയാണ് വന്നിട്ടുള്ളത്. ബോണറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, വലിയൊരു ബോണറ്റാണ്. നമ്മുടെ പഴയ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ചേഞ്ചിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒറ്റ സിംഗിൾ ബോണറ്റായിരുന്നു. ഇവിടെ നമുക്ക് സ്ലോട്ടും കാര്യങ്ങളൊക്കെ പോലെ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് LED വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് DRL വന്നിട്ടുള്ളത്. സാധാരണ വണ്ടികളുടെ DRL വരുന്നത് ഒറ്റ ഒരു ലൈൻ പോലെയായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ 3 സ്ലോട്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു DRLും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ തൊട്ടടി ഭാഗത്ത് വേണ്ടി കാണാൻ പറ്റും നമ്മുടെ ഫോഗ് ലാമ്പ് അത് LED ആയിട്ടുണ്ട്. ഹാലോജൻ ചേഞ്ച് ചെയ്ത് LED ആയി. അതിൻ്റെ മുകളിലും ഒരു ഗാർണിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ബമ്പറിൽ നല്ല ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ ബമ്പറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ബെലേനോയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളും നോക്കാം. എന്തൊക്കെ ചേഞ്ചും കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൻ്റെ കാര്യത്തിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണറ്റിൻ്റെ സൈഡിൽ വന്ന നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് പഴയ ബെലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോണറ്റിന് നല്ല വെയിറ്റ് വന്നിട്ടുണ്ട്. പഴയതിൻ്റെ വെയിറ്റ് പോലെയല്ല, പുതിന് ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ കെർബ് വെയിറ്റ് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 950 വരെ ഇതിൻ്റെ കെർബ് വെയിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 960 ഓട്ടോമാറ്റിക്കിന് വന്നിട്ടുള്ളത്. മാനുവലിൻ്റെ 950 കെർബ് വെയിറ്റ് വന്നിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. 1.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ്. അതും ഡ്യുവൽ ജെറ്റ് ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ VVTയും വന്നിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് AGS ആയിട്ടുണ്ട്. അതായത് CVT നിന്നും മാറി AGS ആയിട്ടുണ്ട്. അപ്പോൾ ഈ AGS വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ നമ്മുടെ കമ്പനി മാനുവൽ ഗിയറിന് പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 22.3, ഓട്ടോമാറ്റിക്കിനും 22.9. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ബെലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ബെലേനോയുടെ എഞ്ചിൻ വന്നിട്ടുള്ളത് അതിൻ്റെ പവർ എന്ന് പറയുന്നത് 83 ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ പവർ അവർ കൂട്ടിയിട്ട് 89 ആക്കി. അപ്പോൾ അതുപോലെ തന്നെ ടോർക്ക് 113 തന്നെ ടോർക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എഞ്ചിനിൽ വന്നിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ
വശങ്ങളിലേക്ക് വരെ നോക്കണമെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ അലോയ്സ് നമുക്ക് വന്നിട്ടുള്ളത് ഡ്യുവൽ ടോൺ കളറുള്ള ഒരു അലോയാണ്. പ്രിസിഷൻ കട്ട് ടൈപ്പ് അലോയ്സ് ആണ് ഇവർ പറയുന്ന പേര്. സൈഡ് ഭാഗത്ത് വശങ്ങളിലും വലിയ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ലെങ്ത്തും ഹൈറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പഴയ ബലേനോ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഒന്ന് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ 360 വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യാമറ നമ്മുടെ മിററിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതുമ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെസ് ഓപ്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സൈഡ് ഭാഗത്ത് വന്നിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. വലിയൊരു ചേഞ്ച് ഒന്നും പറയാൻ പറ്റില്ല. നമുക്കിതിനകത്ത് ചേഞ്ച് വന്നിരിക്കും. ഇതിൻ്റെ ടെയിൽ ലാമ്പ് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെയാണോ DRL വന്നത് ആ സെയിം പാറ്റേൺ തന്നെ 3 സ്ലോട്ടായിട്ട് തിരിച്ചിട്ടാണ് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അത് നല്ലൊരു ഭംഗിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിഫ്ലക്റ്റേഴ്സ്, പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതായത് 360 ഒരു ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും വലിയൊരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സും ഡിഫോഗറും എല്ലാ കാര്യങ്ങളും ബാക്കിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബലേനോൻ്റെ പുതിയ കീ വന്നിട്ടുള്ളത് ബൂട്ട് സ്പേസ് നോക്കാം. ഇപ്പോൾ ഈ വണ്ടിക്ക് വന്നിട്ട് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 319 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. മറ്റേ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പഴയ ബലേനോയിൽ 340 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് 319 കുറച്ച് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് പഴയതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നല്ല രീതിയിൽ തന്നെ സ്പേസിങ് കാര്യങ്ങളുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസിങ് കാര്യങ്ങളുണ്ട്. ഭാഗത്തായിട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ അടിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡിക്കിയുടെ ബൂട്ടിൻ്റെ ഭാഗത്തുനിന്നുള്ള ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്നാൽ കാണും. അപ്പോൾ ഇന്ത്യയിൽ വന്ന് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ചേഞ്ചിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പഴയ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെയിൻ കമ്പാരിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ i20 ആയാലും അൾട്രോസ് ആയാലും ഇങ്ങനെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 360 ക്യാമറയുടെ ഓപ്ഷൻ. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫയിലും സീറ്റിലാണ് ഈ 6 എയർ ബാഗ്സ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള സിഗ്മയിലും ഡെൽറ്റയിലും 2 എയർ ബാഗ്സേ ഉള്ളൂ. സ്റ്റിയറിംഗ് നോക്കണമെങ്കിൽ കാണാൻ പറ്റും. പുതിയൊരു ഡിസൈൻ സിൽവർ കോമ്പയും മുകളിലൊരു ബ്ലാക്ക് നല്ലൊരു ലെതറിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു നീറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈപ്പേഴ്സിൻ്റെ കാര്യം നോക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ആയാലും ഓട്ടോമാറ്റഡ് തന്നെയാണ്. ഒരു ക്ലസ്റ്ററാണ് പഴയ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു ക്ലസ്റ്ററാണ്. അതിനകത്ത് തന്നെ ഒരുപാട് വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലെ ഡിക്കി ആയാലും ബോണറ്റ് ആയാലും എല്ലാവരും നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സിഞ്ചിൻ്റെ ഒരു HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് സ്മാർട്ട് ഫോൺ വഴി കണക്ട് ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കി കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വണ്ടി നമുക്ക് വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അസാഡിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാം. പിന്നെ നമുക്ക് എന്തോരം ഫ്യൂൽ അതിനകത്ത് ഉണ്ടെന്നും ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഈ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണാൻ പറ്റും ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ടുള്ള മിററുകൾ, അതായത് ഡിമ്മിംഗ് റേറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള മിററുകളൊക്കെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ അവർ ഇന്ത്യയിൽ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തൊട്ടടിയിലേക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ AC ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ഓപ്ഷനാണ്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഡിഫോഗറും അതുപോലെ തന്നെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിനും തൊട്ടടിയിലേക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് USB കണക്ട് ഭാഗം 12 വോട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ AGSൻ്റെ ഓപ്ഷൻ ഉണ്ട്, 5 സ്പീഡ് തന്നെ. അപ്പോൾ നമ്മുടെ ഉള്ളത് മാനുവൽ ഓപ്ഷനാണ്. അതും പിന്നെ നേരെ തൊട്ട് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറ്റും. ഹാൻഡ് റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് റിമൂവബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ കാണാൻ പറ്റും വ്യൂന്നൊരു ഓപ്ഷൻ. ഈ വ്യൂന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് വണ്ടിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. നമുക്കൊരു സൈഡിൽ കൂടെ ഒരാൾ നടന്ന് പോവുകയോ എന്തെങ്കിലും ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റും വോയിസ് അസിസ്റ്റൻ്റ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും ഹായ് ബലേനോ പ്ലേ മ്യൂസിക്.
USB is not connected. Please connect USB and try again. Goodbye for now. പെണ്ണ് കാര്യം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ലെതറിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവ കാണാൻ പറ്റും മൊത്തമായിട്ട് ഒരു ലെതറിൻ്റെ വാർപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC യുടെ വെൻറ്റും, പുതിയൊരു ഡിസൈനുള്ള AC വെൻറ്റും, അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സിൽവറിൻ്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് മൊത്തമായിട്ട് വണ്ടി ഇന്ത്യയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് ആയാലും പുതിയ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് സ്പീക്കേഴ്സിൻ്റെ ഭാഗത്ത് അവർ കൊടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വന്നതിനുള്ള ആ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിൽ റിയർ സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റിയർ സൈഡിലേക്ക് വന്നേക്കാണ്. അപ്പോൾ റിയർ സൈഡിൽ മെയിനായിട്ട് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ബാക്കിൽ AC യുടെ വെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ടടി ഭാഗത്തായിട്ട് നമുക്ക് USB പോർട്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സിയുടെയും പോർട്ട് വന്നിട്ടുണ്ട്. അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. USB പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് അടിഭാഗത്ത് തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളും എന്തെങ്കിലും വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിൽ വന്നിട്ട് ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് നല്ല രീതിയിലുള്ള കുഷനും കാര്യങ്ങളുള്ള നല്ല തൈ സപ്പോർട്ടിംഗ് ഉള്ള നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. So I won't hold back, and you should know that what's never good, just have regrets. പുതിയ ബെലനായിട്ട് പറയാനുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ബാക്കും അങ്ങനെ ടോട്ടലായിട്ട് ഫുള്ളായിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് തന്നെ ബെലനോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.